Hello viewers, EatsNews team ഇന്നുള്ളത് കേരള Millet Man and Health Activist Mr. Nazar Ezhuthanikkattuന്റെ വീട്ടിലാണ്. നമുക്ക് അകത്ത് കുറച്ച് വിശിഷ്ട അതിഥികളും കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അകത്തോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വിശിഷ്ട അതിഥി മിസ്റ്റർ നാസർ എഴുത്താനിക്കട്ട്. മില്ലറ്റ് മാൻ ഓഫ് കേരള. മില്ലറ്റ് യൂസ് ചെയ്തിട്ട് ഇദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായ ചേഞ്ചസിനെ പറ്റി നമുക്ക് ഇദ്ദേഹം വിശദമായിട്ട് പറഞ്ഞുതരും. എന്നെ പരിചയപ്പെടുത്തി നാസർ എഴുത്താനിക്കാട്ട്. ഞാൻ മില്ലറ്റ് യൂസ് ചെയ്യാനുള്ള സാഹചര്യം എൻ്റെ അമിതവണ്ണമായിരുന്നു. പല രീതിയിൽ ഞാൻ വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ചു, പക്ഷേ വണ്ണം കുറഞ്ഞിട്ടുണ്ടായി, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ തെറ്റായ ഒരു ആഹാര രീതി, അപ്പോൾ ആ തെറ്റായ ആഹാര രീതി മാറ്റണമെങ്കിൽ തൽക്കാലം കുറച്ച് ഭക്ഷണം മാറ്റി കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ശരിയായ ആഹാര രീതി എന്താണെന്ന് പഠിക്കണമല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള അന്വേഷണമാണ് എന്നെ മില്ലറ്റിലേക്ക് എത്തിച്ചത്. നമ്മളുടെ പൂർവികരായ ആളുകൾ, ഇപ്പോൾ നെൽകൃഷിയൊക്കെ തുടങ്ങുമ്പോൾ ആളുകളുടെ ഡയറ്റിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നതാണ് ചെറുധാന്യങ്ങൾ. അപ്പോൾ ഈ ചെറുധാന്യങ്ങൾ ആണ് നമ്മളിന്ന് അറിയപ്പെടുന്ന മില്ലറ്റുകൾ. മില്ലറ്റുകൾ പൊതുവെ ആളുകൾക്ക് കുറച്ച് അറിവ് കുറവുണ്ട്. മില്ലറ്റ് എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അത് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ അറിയപ്പെടുന്ന പോപ്പുലറായിട്ടൊരു മില്ലറ്റ് ഉണ്ട്. അത് സാധാരണ നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള റാഗി, അതൊരു മില്ലറ്റാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ ഏതാണ്ട് 10 തരം മില്ലറ്റുകൾ ഇപ്പോഴുണ്ട്. അപ്പോൾ അത് സാധാരണ അരി വരെയും ഒരു മില്ലറ്റിൻ്റെ ഗണത്തിലാണ് പെടുന്നത്. എങ്കിൽ പോലും ഒരു വ്യത്യാസമുണ്ട്. പോസിറ്റീവ് മില്ലറ്റ്, ഇപ്പോൾ വരക്, ചാമ, ബ്രൗൺ ടോപ്പ്, ഫോക്സ് ടെയില്, ബെർണിയാട്, കുതിരവാലി, ഈ 5 പേരിലുള്ള മില്ലറ്റുകൾ പോസിറ്റീവ് മില്ലറ്റിന് അറിയപ്പെടും. അതുപോലെ തന്നെ റാഗി, ജോവർ, ബാജ്ര, അതുപോലുള്ള മില്ലറ്റുകളുണ്ട്. ഇതൊക്കെ ന്യൂട്രൽ മില്ലറ്റ് എന്നറിയപ്പെടും. റൈസ്, വീറ്റ്, ഇതാണ് നെഗറ്റീവ് മില്ലറ്റ്സ്. ഈ നെഗറ്റീവ് മില്ലറ്റ്സ് നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താ ബോഡിയിൽ ഉണ്ടാവുക? അതായത് സാധാരണ നമ്മൾ റൈസ് വീറ്റൊക്കെയാണല്ലോ കൂടുതലായിട്ട് കഴിക്കുന്നത്. അപ്പം അത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാവുമോ? ദോഷങ്ങൾ ഉണ്ടാവും എന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നുണ്ടാവുന്ന ദോഷങ്ങളിൽ എല്ലാവരും നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യുക, ചോറ് കഴിക്കല്ലെന്നല്ല പറഞ്ഞത്. അപ്പോൾ ഒരു പ്രധാന ചോറ് കഴിക്കുക തീർത്തും ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ചോറ് കഴിക്കാം. എങ്കിൽ പോലും നമ്മൾ ചോറിനേക്കാൾ കൂടുതൽ പ്രാധാന്യം, അരിയേക്കാൾ കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് ഈ പോസിറ്റീവ് മില്ലറ്റ്സിനാണ്. അത് നമ്മൾ മറന്നുപോയി. അപ്പോൾ ആ പോസിറ്റീവ് മില്ലറ്റ് കൺസ്യൂം ചെയ്യണം, കൂടുതലായിട്ട് ഉപയോഗിക്കണം. മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങളാണ്. നമ്മളെ പൂർവികരായ ആളുകൾ അവരോട് ചോദിച്ചാൽ പറയും, പണ്ട് നമ്മുടെ നാട്ടിൽ ചാമ കൃഷി ചെയ്തിരുന്നു. അത് ആ ഗണത്തിൽപ്പെട്ട ഒരു 10ഓളം ചെറുധാന്യങ്ങൾ, ഇതിനാണ് പൊതുവെ മില്ലറ്റ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഇന്ന് ആളുകൾ ആരും ഉപയോഗിക്കാതെയായി. അപ്പോൾ ഉപയോഗിക്കാതെയായി വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരന്വേഷണം, ഏതാണ് നമ്മുടെ ശരിയായ ഭക്ഷണം, തെറ്റായ ജീവിത രീതി മാറ്റി ശരിയായ ജീവിത രീതി ആക്കിയാൽ മാത്രമാണ് ശരിയായ അതല്ലെങ്കിൽ താൽക്കാലിക ആശ്വാസം ഉണ്ടാവുള്ളൂ. നമുക്ക് സ്ഥിരമായ ആരോഗ്യം വേണമല്ലോ. ജീവിതശൈലിയിലുണ്ടായ മാറ്റം ആണ് ഇന്നത്തെ അനാരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമെങ്കിൽ ആ ജീവിതശൈലിയിലുണ്ടായ മാറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ആഹാരത്തിലുണ്ടായ മാറ്റം. ബാക്കി ഉറക്കം, വ്യായാമക്കുറവൊക്കെ ഉണ്ട്, എങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം നമ്മളുടെ ആഹാരത്തിലുണ്ടായ മാറ്റം. ഈ ആഹാരത്തിലുണ്ടായ മാറ്റത്തെ ശരിയായ രീതിയിൽ ആക്കാൻ പരിശീലിക്കണം. ഈ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ അന്വേഷണം മില്ലറ്റിലേക്ക് എത്തിയത്. ആദ്യം ഞാൻ ഈ നാട്ടിലെ എത്രത്തോളം മില്ലറ്റ് കിട്ടാനുണ്ടായില്ല. ഈ റാഗി പോലെ കുറച്ച് 1-2 തരം മില്ലറ്റുകളെ ഉണ്ടായുള്ളൂ. പക്ഷേ അത് വാങ്ങി ഉപയോഗിക്കുമ്പോഴും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രുചികരമായി കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. കഞ്ഞി വെച്ച് കഴിക്കും, അതല്ലെങ്കിൽ ഒരു കുറുക്ക് പോലെ ഉണ്ടാക്കി കഴിക്കും. പക്ഷെ തൽക്കാലം വെയിറ്റ് കുറയാനും ആശ്വാസത്തിനും വേണ്ടി നമ്മൾ തൽക്കാലം കഴിക്കും. ഒരു ആശ്വാസം കിട്ടുമ്പോൾ കുറച്ചു കാലം നമ്മൾ കഴിച്ചു പോകും. പക്ഷേ ഒരിക്കലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ അത് നിർത്തി സാധാരണ പഴയ ആഹാരത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? പണ്ട് എന്തൊക്കെ ഉണ്ടായോ അതൊക്കെ വീണ്ടും തിരിച്ചു വരും. അങ്ങനെ ഞാൻ പല പ്രാവശ്യം ഒരു 10-15ഓളം പരീക്ഷണങ്ങൾ നടത്തിയതാണ്. 40 കിലോ വരെ ഞാൻ കുറച്ചിട്ടുണ്ട്. പക്ഷേ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരുമ്പോൾ, വീണ്ടും പഴയ ആഹാരത്തിലേക്ക് വരുമ്പോൾ വീണ്ടും തിരിച്ച് ആ അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ആണ്. ഇത് നമുക്ക് രുചികരമായി കഴിക്കണമല്ലോ. കാരണം ഞാൻ ഉപയോഗിക്കണ്ടായി. കാരണം എനിക്ക് വേറൊരു മാർഗ്ഗമില്ല. അത്രത്തോളം ആരോഗ്യ പ്രതിസന്ധി, ധാരാളം രോഗങ്ങൾ, വണ്ണം, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, എൻ്റെ ദൈനംദിന തൊഴിൽ പോലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോയപ്പോൾ എനിക്കത് കഴിക്കാണ്ട് മാർഗ്ഗമില്ല. അത് കഴിച്ചപ്പോൾ ആശ്വാസം ഞാൻ കഴിച്ചു. പക്ഷേ എൻ്റെ ഭാര്യ, മക്കൾ, മറ്റു ബന്ധുമിത്രാദികൾ ഇവരൊക്കെ ഇത് കഴിക്കണം. ഇതിൻ്റെ ഗുണം ഞാൻ അനുഭവിച്ചു. അത്രത്തോളം മാറ്റം ശരീരത്തിൽ, വെയിറ്റ് കുറഞ്ഞത് തന്നെ അല്ല, ധാരാളം മാറ്റങ്ങൾ. അപ്പോൾ ഹെൽത്ത് വൈസ് ധാരാളം വലിയൊരു ചേഞ്ചസ് എൻ്റെ ലൈഫിൽ വന്നു. ഏതായാലും വളരെ സന്തോഷമുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഉള്ളത്. 2023 ഗ്ലോബൽ വേൾഡ് മില്ലറ്റ് ഇയറാണ്. UN ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം പ്രൊമോഷൻസ് സർക്കാർ തലത്തിൽ തന്നെ വരുന്നു.
ഇപ്പോൾ ഫുഡ് ഫെസ്റ്റുകൾ, ഇപ്പോൾ ഞങ്ങൾ തന്നെ ഒരു ഫുഡ് ഫെസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഫുഡ് ഫെസ്റ്റുകൾ ഇപ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റി ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഒക്കെ ഫുഡ് ഫെസ്റ്റുകൾ തൃശ്ശൂർ, കാസർഗോഡൊക്കെ നടന്നു കഴിഞ്ഞു. ഞാനൊക്കെ കുറച്ച് പാർട്ടിസിപ്പേറ്റ് ആയ ആളാണ്. അപ്പോൾ ഇതിൻ്റെ അവയർനെസ് എത്തിക്കാൻ വേണ്ടിയിട്ട് ധാരാളം പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും ഒരു 1-2 കൊല്ലം കൊണ്ട് സാധാരണ നമ്മുടെ നാട്ടിലെ റേഷൻ കടകൾ വഴി വരെയും മില്ലറ്റ് കൊടുക്കാൻ സർക്കാരിൻ്റെ തീരുമാനം. അതുപോലെ സ്കൂളിലെ കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മില്ലറ്റ് കൊടുത്ത് കുട്ടികളെ പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു തീരുമാനമൊക്കെ സർക്കാർ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വന്ന സമയത്ത് ഈ രുചികരമായി കഴിക്കുക എന്നുള്ള പ്രശ്നമുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഏതൊക്കെ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മലയാളിയുടെ ഡേറ്റിൽ രാവിലെ കുറച്ച് പുട്ട് വേണം, അല്ലെങ്കിൽ ദോശ വേണം, അല്ലെങ്കിൽ അപ്പം വേണം. അതില്ലാതെ പറ്റൂല. എൻ്റെ കുട്ടികളോട് കുറുക്ക് കഴിച്ചോളാൻ പറഞ്ഞാൽ അത് വാപ്പിച്ച് കഴിച്ചോന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുട്ടുണ്ടാക്കാൻ നോക്കി. പുട്ടുണ്ടാക്കുമ്പോൾ കുറച്ച് ബലമൊക്കെ വരും. പക്ഷേ അതിനെ കുറേശ്ശെ എൻ്റെ ആഗ്രഹം ഇവർക്ക്, എൻ്റെ കുട്ടികൾക്കെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. എനിക്ക് കിട്ടിയ ഗുണം എൻ്റെ കുട്ടികൾക്കോ എൻ്റെ ഭാര്യയ്ക്കെങ്കിലും കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതിനെ പുട്ടാക്കാനും അതെങ്ങനെ കുറച്ച് സോഫ്റ്റ് ആകാം പല റെസിപ്പീസും കണ്ടുപിടിച്ച് അത് ഇപ്പോൾ ഒരു 10-12 വർഷങ്ങൾ ഇതിൻ്റെ പുറകിൽ നിന്ന് ഇന്നിപ്പോൾ ഏതായാലും വലിയ സന്തോഷത്തിലാണ് ഞാൻ. കാരണം എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, ഞാൻ, എൻ്റെ ബന്ധുമിത്രാദികളിൽ നല്ലൊരു ശതമാനം ആളുകൾ, അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾ, അങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗത്തും എന്ന് തന്നെയല്ല പല കേരളത്തിന് പുറത്തുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് വരും എന്നെ കണ്ട് ഈ കാര്യങ്ങൾ അറിയാൻ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിൽ പ്രൊമോഷൻസ് വന്നു തുടങ്ങി. ആളുകളെ ഇതിനെ പറ്റിയിട്ട് ആരോഗ്യത്തെപ്പറ്റി പൊതുവെ കോൺഷ്യസ് ആയി തുടങ്ങിയല്ലോ. അപ്പോൾ എങ്ങനെ എന്ന ഒരു മാർഗം ആർക്കും അറിയില്ലായിരുന്നു. അതിന് ഏറ്റവും ബെസ്റ്റ് മാർഗം, ഏറ്റവും നല്ല മാർഗം, എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഏറ്റവും നല്ല മാർഗം, ആദ്യം നിങ്ങൾ മാറ്റേണ്ടത് ആഹാര രീതി. അതിൽ ഏറ്റവും ആദ്യം മാറ്റേണ്ടത് ആഴ്ചയിൽ ഏറ്റവും കുറഞ്ഞത് ഒരു നേരം ഒരു 5 ദിവസമെങ്കിലും മില്ലറ്റ്സ് യൂസ് ചെയ്ത് നോക്കിക്കോ. 2 മാസം, 1 മാസം കൊണ്ട് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം. ഇത് മിസ്സസ് LB കോളർ, ഇവർ ഓസ്ട്രേലിയയിൽ നിന്നാണ് ഇന്നിപ്പോൾ നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്നത്. മില്ലറ്റിൻ്റെ ഒരു പ്രൊമോട്ടറാണ്. ഓസ്ട്രേലിയയിൽ ഇവർ അറിയപ്പെടുന്നത് തന്നെ മില്ലറ്റ് ക്യൂൻ എന്നുള്ളൊരു പേരിലാണ്. അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ സംസാരിക്കാം. ഇന്ന് ഇവർ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. മാം, പ്ലീസ് ടെൽ മീ വൈ യു വിസിറ്റ് ഹിയർ ടുഡേ. I am visiting here today because I am the Vice President of the Global Millet Foundation, which is being inaugurated tomorrow on the 22nd of January, and I was invited here to Kochi to be able to attend the program, and I heard a lot about Nazar brother and his wonderful work that he is doing, and how his entire family are into promoting millets and eating millets, and they are living millets because everything he does is related to millets, and that was very impressive for me. So when I got the invitation to come to Kochi, I was very pleased, and then I found out that he has a shop and he also promotes millets all around the world. And when I saw how he dropped his weight from such a big weight to such a small weight that he is looking so young and handsome, I thought, oh my God, has to be the most amazing story in the world. So which is why I am here, and today I am at Mr. Nazar's house, and I am very thankful to him and his wife and his beautiful children that I have been invited here to be able to speak and be able to tell you about everything. So in Australia, I am called the Millet Queen because I am promoting millets all over Australia. And then Mr. George from the Global Millets Foundation invited me to come to Kochi to be able to speak about my experiences, and I have flown to many countries to promote millets. I have been to Canada, I have been to Japan, I have been to America, I have been to UK, and I have been to many countries. I cannot even remember all the names now, but I have gone everywhere to promote millets, and I found that millets are making a big comeback, because millets in India at least used to be the biggest staple food of the Indian people. But since the Green Revolution, the introduction of paddy and introduction of wheat has made people become so dependent on these grains, which have actually spoiled the soil. We have got a big problem with desertification, and we have a huge problem
for water to grow all these things, and the farmers are actually committing suicide because they cannot meet the cost of growing wheat and paddy. And I have got my younger brother here, Mr. Ramchandra Patel, who is a full-time farmer in Allahabad, same town as where I come from, and he knows about the problem big time. So I will now talk to him in Hindi and he can give a couple of things. तो भैया, आपको लगता है कि जो फार्मर्स सुइसाइड कमिट कर रहे हैं वो इसी वजह से है कि खर्चा बहुत ज़्यादा है गेहूं और चावल? जो हाइब्रिड सीड्स हैं उनके दाम, दवा, खाद इतनी महंगी है कि उनकी लागत जो लगाते हैं वो भी नहीं निकल पाता। तो उनको तो जो है बड़ी समस्या है जी। उनके लिए कोई रास्ता नहीं है जी। उनकी बेटियों की शादी करना है तो कर्ज लेना है जी। तो ये पूर्ति जो पैदा कर रहे हैं उनके उत्पादन का जो है सही दाम मूल्य भी नहीं मिल पाता। तो बेचारे क्या करें, सुसाइड कर लेते हैं। और जानवरों को भी मिलेट खिलाते हैं। ज़्यादातर तो लोग हमारे यहाँ जानवरों को मिलेट खिलाते हैं, उनको जो है उनके महत्व को जो है वो नहीं समझते। So I'll just explain this in English. What he's basically saying is that the farmers are not able to meet the cost, the high cost of insecticide, the high cost of water, all those things. And so therefore when they cannot educate their children, they start to feel that they have failed in life, so they commit suicide. So actually I really believe, and I am here to motivate the people, that we need a second green revolution in which we do organic farming and we renew the land. And I think Mr. Nazar inviting me to his home has been a very big opportunity for me to be able to speak to your channel today and be able to give you my story. And I'm super impressed with what Mr. Nazar is doing. And Mr. Nazar, I'm giving him an open invitation today that he will be coming to Australia. I will invite him there to be able to promote the value adding that he does by making roti and all the different things that he makes. And his lovely daughter makes beautiful millet cakes. So I would like the Australian public to be able to stop using millets for animals and start learning from these people how to use it in their diet. If we are using millet, what are the benefits we get for human body? What are the benefits? Yes, the benefits are, firstly, it has got so much fiber. The human body needs a lot of fiber. And if you are eating anything where the glycemic index is low, it is very, very good for the body. And if you see, diabetic people cannot digest anything with a high glycemic index. So therefore the glycemic index is low, the starch is virtually non-existent, and it gives you all the energy for the whole day. If you take, I eat one millet roti in the morning for breakfast, I can work all day without any problems. I do not feel hungry. So as you can see, it is very, very sustaining. It sustains you. Sustains you means it actually gives you the nutrition and the energy that you need for the whole day. So if you live on millets, you eat a lot less. You see, and the problem with the human body today is people are eating too much. They are eating all day because whatever they are eating is making them hungry again quickly. But this, because it releases into the body slowly, it keeps you full all day. This is the beauty of millets. There are about nearly at least hundreds of villages, several hundred villages in around Allahabad are actually cultivating millets and they are growing. But most people are feeding it to animals. They do not know the value of millets because they have been made to understand that this is something only for animals, not for human beings. So this is where we need to raise the awareness that human beings, if they consume this, their health will improve completely, right? And so there are hundreds and hundreds of villages around Allahabad cultivating millets all around, but 3 villages are working with us. We have 200 women working with my organization called Tree of Life Center Foundation. We have 200 women farmers, and we are now in the middle of forming a farmer producer organization so we can export our millet.
നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യുവാണ്. അപ്പം നമ്മൾ പുട്ടാണ് ഉണ്ടാക്കുന്നത്, ചാമ പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കുന്ന പുട്ട്. അതിൻ്റെ കൂടെ നമ്മൾ കറിയായിട്ട് ഉണ്ടാക്കുന്ന മുളപ്പിച്ച ചെറുപയറും ചിരക്കയും തക്കാളിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം പുട്ടിൻ്റെ കൂടെ മുളപ്പിച്ച ചെറുപയറും ചിരക്കയും കൂടെ കൂടിയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ നമ്മൾ കട്ട് ചെയ്തു. ഇതാണ് മുളപ്പിച്ച ചെറുപയർ. പുട്ടിൻ്റെ പൊടി ചാമേരിയുടെ പുട്ടുപൊടിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന്. ഇതാണ് നാസർക്കാടെ വൈഫ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആവുകയാണ്. നമ്മൾ കോഡോ മില്ലറ്റിൻ്റെ ദോശ ഉണ്ടാക്കുകയാണ്, പുട്ടുണ്ട്, എല്ലാം ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. थोड़ा थोड़ा पानी डाल के इसको सानना है, सारा नहीं डाल देना है, एक बार में डालेंगे वो गीला हो जाएगा. You know the flour, when you mix the flour of any millet, then you need to actually do it very slowly. You put the water and you mix all the the flour together and keep trying to bring it together, and you keep putting water little by little, like in when you are kneading the dough for wheat, it is different. You can actually put all the water first and mix it's okay, but because there is a lot of starch in that. But this because the starch level is much lower, then when you try to mix, you have to do it very, very slowly. It is a process that takes a long time, so you cannot do it slowly. So kneading the dough for this could take from 10 to 15 minutes. Okay? നമ്മളിപ്പോൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് ഒരു 15 മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അതിന് ശേഷമാണ് നമ്മൾ റൊട്ടി കുക്ക് ചെയ്യുന്നത്. കുറച്ച് നേരം മുന്നേ നമ്മൾ കുഴച്ച് വെച്ച ചപ്പാത്തിയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. മേഡം കാണിച്ചു തരും എങ്ങനെയാണ് അത് കുക്ക് ചെയ്യുന്നതെന്നുള്ളത്. So I am now, as you can see, I am covering the ball that I made with millet flour. I've put a little bit of flour on it because now I am going to roll the roti. I'm going to roll the roti. And the beauty of this roti is that it will always be jagged edges. It will never have perfect edges, because when you use wheat, because it is full of starch, it actually catches and makes a nice round roti. Okay, so that you will never get with millet, but it doesn't really matter. As you can see, when I am rolling, the roti is going around by itself and it is not breaking. This is actually this is a very thick tawa, so that is why our tawa in Uttar Pradesh is a bit different. I will just check it. No, it is not ready, but it doesn't matter. It will take a little bit longer, because you need to cook it thoroughly, so you cannot rush the making of this roti. Okay, and then I can start doing this. Then it will cook. I will press all the areas on the roti so that it cooks right inside. You know, when they make dosa, they always heat the tawa quite strongly first before they put the batter. In the same way with this roti, you need to have your tawa nice and hot before you put the roti for cooking. Okay? The roti is looking quite okay. It is looking nice and brown and cooked. But you have to, as you can see, I'm putting a bit of pressure. I put the cloth, I put pressure and press it down. Put pressure and press it down, right? Because then it will cook right through. Otherwise, it will be raw. And when you eat it raw, it will not taste good. Yeah. And then in the middle, you have to hold for a little while so that it cooks through and through. Let's have a look now the other side. It is ready, as you can see. വെറൈറ്റി ടൈപ്പ് മില്ലറ്റും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ പല ടൈപ്പിലുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇത് മില്ലറ്റിൻ്റെ റൊട്ടിയാണ്, ഇത് ദോശ, ഇത് പുട്ട്,
ഇത് ചെറുപയർ മുളപ്പിച്ച ചെറുപയർ കറി, ഇത് ചെറുപയറും ചിരക്കിയും വെച്ചിട്ടുണ്ടാക്കിയ വേറൊരു ടൈപ്പ് കറി, ഇത് തേങ്ങാ ചമ്മന്തി. ഇതിൽ നമ്മൾ എണ്ണ യൂസ് ചെയ്തിട്ടേ ഇല്ല, അതുപോലെ വേറെ ടൈപ്പിലുള്ള മസാല പൊടികൾ പൗഡറുകൾ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. നോർമലി ആയിട്ടുള്ള നമുക്ക് കിട്ടുന്ന ഗ്രെയിൻസ് യൂസ് ചെയ്തിട്ടും പിന്നെ അതുപോലെ തന്നെ ഇത്തിരി മഞ്ഞപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളാണ്, മുളക് പൊടി അതൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇതിനകത്ത്. വീട്ടിൽ വന്നപ്പോൾ പരിചയപ്പെട്ട വേറൊരാളാണ് ഷമീർ ഷാ എന്ന് പറയുന്ന ഇദ്ദേഹവും മില്ലറ്റ് യൂസ് ചെയ്തിട്ട് ഇദ്ദേഹത്തിൻ്റെ വെയിറ്റ് കുറച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ആ വെയിറ്റ് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു എന്നും മില്ലറ്റ് യൂസ് ചെയ്തിട്ട് ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായി എന്നുള്ളതൊക്കെ ഇദ്ദേഹം നമുക്ക് പറഞ്ഞുതരും. എൻ്റെ പേര് ഷമീർ ഷാ, എൻ്റെ സ്ഥലം തൃശ്ശൂർ ഗുരുവായൂരാണ്. ഞാൻ ഒരു അമിതവണ്ണക്കാരനായിരുന്നു. 180 കിലോ മണ്ണുണ്ടായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 124 കിലോനായിരുന്നു എൻ്റെ വെയിറ്റ്. അത് കഴിഞ്ഞ് ഞാൻ +1 പഠിക്കുന്ന കാലത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണിക്കലും അതുമൂലം എൻ്റെ അടിവയറ് 9 കിലോ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ അത് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മാറ്റി. അതിന് ശേഷം നിരവധി വെയിറ്റ് ലോസും പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പരാജയപ്പെട്ട ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് ഞാൻ 180ലേക്ക് എത്തുന്നത്. അപ്പോഴാണ് നമ്മുടെ നാസർ സാറിൻ്റെ ഒരു മനോരമ ആർട്ടിക്കിൾ ഞാൻ കാണാൻ ഇടയായത്. അങ്ങനെ അദ്ദേഹത്തെ വന്ന് കണ്ടു. അദ്ദേഹമാണ് ഈ ഒരു സിസ്റ്റത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത്. അതിനനുസരിച്ച് ഞാൻ ചെയ്തു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ 75 കിലോളം വണ്ണം കുറച്ചിട്ടാണ് നിൽക്കുന്നത്. ഇതിപ്പം എത്ര നാൾ നമുക്ക് മില്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വെയിറ്റ് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് അറിയാൻ പറ്റും? അതായത് നമ്മുടെ ബോഡിയിലെ ചേഞ്ചസ് വന്നു എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങാൻ എത്ര നാളെടുക്കും? ഞാൻ ഈ മില്ലറ്റ്സിലേക്ക് കിടക്കുമ്പോൾ ഞാൻ 3 നേരം മില്ലറ്റ്സ് തന്നെയാണ് യൂസ് ചെയ്തത്. നോർമൽ ഫുഡ് റൈസ് അല്ലെങ്കിൽ മില്ലറ്റ്സിൻ്റെ തന്നെ റൈസോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും, അല്ലെങ്കിൽ ബ്രൗൺ റൈസ് കഴിക്കും. ഡിന്നറായിട്ട് മില്ലറ്റ്സിൻ്റെ തന്നെ പുട്ട് അങ്ങനെ എന്തെങ്കിലും ഇതായിട്ട് കഴിക്കാം. അങ്ങനെ 3 നേരം മില്ലറ്റ്സിലേക്ക് കിടന്നപ്പോൾ ഞാൻ ഒറ്റ മാസം കൊണ്ട് തന്നെ 12 കിലോ വെയിറ്റ് കുറച്ചു. നോർമലായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ 2 നേരമോ 1 നേരമൊക്കെ മില്ലറ്റ്സ് കഴിച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് നമുക്കൊരു 5 കിലോളം നമുക്ക് കുറയ്ക്കാൻ കഴിയും. അപ്പോൾ മില്ലറ്റ് യൂസ് ചെയ്തിട്ട് ഷമീർ ഷാക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസിനെ പറ്റിയാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നത്. താങ്ക് യു സോ മച്ച്.